വചനനിമിഷത്തിലേക്ക് സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12 മുതൽ 20 വരെ. യേശു യഹൂദ നേതാക്കന്മാരുമായിട്ടുള്ള സംഭാഷണമാണ് പ്രമേയം. 2 ധ്യാനചിന്തകൾ. ടെസ്റ്റിമണി ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ സാക്ഷ്യമാണ്. യേശു പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യോഹന്നാൻ ഉപയോഗിക്കുന്ന ലൈറ്റ് ഗ്രീക്ക് ഫിലോസഫിയിലെ വാക്കാണ്. അതിൻ്റെ അർത്ഥം എൻലൈറ്റ്മെൻറ്റ്, ഡിവൈൻ റീസൺ എന്നൊക്കെയാണ്. പക്ഷേ യോഹന്നാൻ അതെടുത്ത് പറയുന്നത്, ജീസസ് നോട്ട് ഓൺലി ദ ഡിവൈൻ റീസൺ, ഹീ ഈസ് ദ ലൈറ്റ്. അവൻ തന്നെ വെളിച്ചമാണ്. ഈ അന്ധകാരത്തെ മാറ്റുന്ന ദിവ്യ വെളിച്ചം. അത് യൂണിവേഴ്സിൻ്റെ വെളിച്ചമാണ്. ഇസ്രയേലിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവൻ വെളിച്ചം. 2ാമത്തെ ധ്യാനചിന്ത ടോട്ടാലിറ്റി ഇൻ ഫാദർ, പിതാവിലുള്ള സമ്പൂർണ്ണതയെ പറ്റിയാണ്. യേശു പറഞ്ഞു, ഞാനും പിതാവ് ഒന്നാണ്. പിതാവിൻ്റെ തന്നെ ഭാഗമാണ്. പിതാവിൽ നിന്ന് മാറുന്ന പുത്രനല്ല, പിതാവിൻ്റെ തന്നെ ഭാഗമാണ്. യോഹന്നാൻ്റെ തൃത്വത്തിൻ്റെ ചിന്തയും അതാണ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും എന്ന ടോട്ടാലിറ്റി. യേശു ദൈവമാണ്, ലിവിങ് ഗോഡാണ്. 2ാം ലോകമഹായുദ്ധകാലത്ത് മുറിവേറ്റ പട്ടാളക്കാരെ ശുശ്രൂഷിക്കാൻ ഒരു വനിത വിളക്കേന്തി പോകുമായിരുന്നു. അവർ പരിക്കിൻ്റെ മധ്യത്തിലും വേദന മധ്യത്തിലും അവർക്ക് ആശ്വാസം വിളക്കേന്തി വരുന്ന ഈ വനിതയായിരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ തടവറകളിൽ, അന്ധകാരത്തിൽ അവൾ വെളിച്ചം വീശി. അതുകൊണ്ട് അവർ അവളെ വിളിച്ചു ലേഡി വിത്ത് എ ലാമ്പ്. ലേഡി വിത്ത് എ ലാമ്പ്, വിളക്കേന്തിയ വനിത, ഫ്ലോറൻസ് നൈറ്റിംഗേൽ. യേശു നോട്ട് ദ ബീറർ ഓഫ് ദ ലൈറ്റ്, ഹീ ഈസ് ദ ലൈറ്റ്.